മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി തികഞ്ഞ ഹിന്ദു വിരുദ്ധൻ എന്ന വെളിപ്പെടുത്തലുകൾ പുറത്ത്. ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന സിനിമ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മമ്മൂട്ടി സവർണരെ ആക്ഷേപിച്ചു എന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പുഴു സിനിമാ സംവിധായിക റത്തീനയുടെ ഭർത്താവ്. സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ വേണമെന്നത് മമ്മൂട്ടിയുടെ നിർദ്ദേശവും ആവശ്യവുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഒരു സിനിമ ചെയ്യാൻ നിർബന്ധിതരായത് എന്നും മുഹമ്മദ് ഷർഷാദ്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഹൈന്ദവരിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ്. പുഴു സിനിമാ സംവിധായിക റത്തീനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുഴു സിനിമയെയും മമ്മൂട്ടിയുടെ ഹിന്ദു വിരുദ്ധതയും ഒക്കെ ചർച്ചയാക്കുന്നത്. പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒരുക്കിയതാണ് എന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദ് പറയുന്നത്. റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭമായി തയ്യാറാക്കാൻ ആഗ്രഹിച്ചിരുന്ന സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു. എന്നാൽ നടൻ മമ്മൂട്ടി പറഞ്ഞതനുസരിച്ചായിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത്. കൊച്ചിയിലേക്ക് താമസം മാറ്റണം എന്നും ആവശ്യപ്പെട്ടതും മമ്മൂട്ടിയാണ്. കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയും ആയിരുന്നു എന്നാണ് മുഹമ്മദ് ഷർഷാദ് വ്യക്തമാക്കുന്നത്. നടി പാർവതി തിരുവോത്ത് നായികയായ ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു റത്തീന. ഇതിനുശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത്. ഉണ്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്ന അർഷാദിനൊപ്പം ഷറഫു, സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത്. ഈ സംഘത്തിനൊപ്പം റത്തീന ചേർന്നതോടെ തങ്ങളുടെ കുടുംബജീവിതവും തകർന്നു എന്ന് മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തി. നടൻ മമ്മൂട്ടിയും മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ് എന്ന് സിനിമാ രംഗത്തുള്ള ഒരാൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായിക റത്തീനയുടെ ഭർത്താവ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെയും ഇവിടുത്തെ ഹിന്ദുക്കളെയും ഞെട്ടിച്ചിരിക്കുന്നു. ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന സിനിമയായിരുന്നു പുഴു. അത്തരമൊരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചത് തന്നെ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. അഭിനയിക്കുക മാത്രമല്ല, അത്തരമൊരു സിനിമ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുകയും ബിനാമി പേരിൽ സിനിമ നിർമ്മിക്കുകയും ചെയ്തത് മമ്മൂട്ടിയാണ് എന്ന് സംവിധായകയുടെ ഭർത്താവ് പറയുമ്പോൾ എന്താണ് മമ്മൂട്ടിയുടെ ഉള്ളിൽ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നു. ഹൈന്ദവ വിരുദ്ധത കാണിക്കാൻ ഒരു സ്ത്രീ സംവിധായകയെ മുൻനിർത്തി ഉണ്ടാക്കിയ തട്ടിക്കൂട്ടു ചിത്രം യഥാർത്ഥത്തിൽ മെഗാസ്റ്റാറിന്റെ താല്പര്യം കൂടിക്കൊണ്ട് ചെയ്തതാണ് എന്ന വെളിപ്പെടുത്തൽ സിനിമാ രംഗത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. താനൊരു മുസ്ലിം ആയതുകൊണ്ട് കൊച്ചിയിൽ താമസിക്കാൻ വീട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇരവാദമിറക്കി സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാൻ നോക്കിയ ആളുകൂടിയാണ് സംവിധായക റത്തീന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.